പി.വി. ജോഷില ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ട്. ജോഷില ഇപ്പോൾ നിരവധി പേരുടെ പ്രതികരണങ്ങൾ ജോഷിലയോട് തന്നെ ഇവർ ഓരോരുത്തരും സംസാരിച്ചത് നമ്മൾ കേട്ടു. എല്ലാവരും നാളെ എന്ത് എന്ന വലിയ ആശങ്കയിലാണ്. അപ്പോഴും അവർ പറയുന്നുണ്ട് ഈ ക്യാമ്പിൽ ഇപ്പോൾ തുടരുന്നതിൻ്റെ ഒരു സുരക്ഷിതത്വം, അവിടെ ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ചൊക്കെയും ഇവരുടെയൊക്കെയും ഒരു സ്ഥിതി, ആരോഗ്യ കാര്യങ്ങളടക്കം ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും കൃത്യമായ ഇടപെടൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായും കാവ്യ, ഇവിടെ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഓരോരുത്തരുടെയും പുനരധിവാസം, അതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട ജീവിതം, ഇതൊക്കെ തിരിച്ച് കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ എത്തിയ മന്ത്രിമാരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് കൃത്യമായ ഒരു തെളിവ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്യാമ്പ് അതിൻ്റെ സാക്ഷ്യമാണ്. ഈ ക്യാമ്പിൽ എത്തിയവർ, അതായത് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ പോലും അവരെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തെ, അതായത് അതിജീവിക്കാൻ വേണ്ടി ഉള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമാന മനസ്കരായിട്ടുള്ള ആളുകളെ കാണാൻ കഴിയുന്നു, അവരോട് ദുഃഖങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. മാത്രമല്ല അത്തരം ആളുകൾക്ക് പോലും എല്ലാ ഭക്ഷണമായാലും വസ്ത്രമായാലും ആരോഗ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധയായാലും അത് സുരക്ഷ ആയാലും എല്ലാം തന്നെ ഈ ക്യാമ്പിൽ ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. ഇനി അവർക്ക് ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്നുള്ള ഒരു ആധി ഉണ്ട്. കാരണം അവിടെ നാടില്ല, വീട് എന്ന് പറയാൻ ഒരു സ്വപ്നം പോലും അവിടെ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്നാൽ പോലും ഇതൊക്കെ തന്നെ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്കൊക്കെ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഉള്ള വീടൊക്കെ ഞങ്ങൾ പൂർണ്ണമായി പോയതാ. ചൂരമല തന്നെ സ്കൂളിൽ തൊട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ എനിക്ക് തലേ ദിവസം മാറി അവിടെ നിന്ന് മാറിയത് അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാം. വീട്ടിൽ ഞാനും ഭാര്യ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ വീടിൻ്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം പോയി. പിന്നീട് ആ തലേ ദിവസം ഞങ്ങൾ പോയി നോക്കുമ്പോൾ മൊത്തം കല്ലും മണ്ണായിട്ട് കിടക്കാം. ഇന്നലെ അപ്പോൾ മോളെവിടെയുള്ള ഇപ്പോൾ ആണ്? മോളെ വീട്ടിലുള്ളത്? അല്ല, മാറി താമസിച്ചേ. ഇങ്ങോട്ട് വന്ന അയൽക്കാരും ഇല്ല. അവിടെയുള്ള ഒരു വീട്ടിലുള്ള 5-6 പേരെല്ലാം പോയി. ഒരു കുടുംബത്തിലുള്ള 5 പേര് പോയിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ 2 പേര്, അതിൻ്റെ തൊട്ട് മുകളിൽ 2 പേര്, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു 3 വീടുണ്ട്. 3 വീട്ടിലുള്ള എല്ലാവരും പോയി. ശിവണ്ണനി അങ്ങനെയുള്ള ടീമുകളെല്ലാവരും പോയല്ലോ, അവരെല്ലാവരും പോയി. മോളെ മാത്രം കിട്ടിയിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. കുഴപ്പമൊന്നുമില്ല, എല്ലാ സൗകര്യമുണ്ട്. ഭക്ഷണം കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വസ്ത്രത്തിനായാലും ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ മടിച്ചിട്ടില്ല. നമ്മളെങ്ങാട്ടിയും അവസ്ഥ മോശമായ അവർ പഠിക്കട്ടെ. അവർ പഠിക്കട്ടെ. ഇല്ല, ഒന്നുമില്ല. ഭാര്യയ്ക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പോയിട്ട് ഇതുവരെ കിട്ടിയില്ല. അവരുടെ വീടും എല്ലാം പോയി. ഇവിടെ വന്ന മൃതദേഹങ്ങൾ പരിശോധിച്ചു, അതിലൊന്നുമില്ല. പെങ്ങളുണ്ട്, പെങ്ങളെ ഭർത്താവുണ്ട്, ഒന്നും കിട്ടിയില്ല. കിട്ടും എന്നുള്ള കാവ്യ, ഇതാണ് വീടും എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അയൽവാസികൾ പലരും ഇല്ലാതെ ആയവരാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ക്യാമ്പ് സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് കേട്ടല്ലോ, ഭാര്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ താൽക്കാലികമായുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവർക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല ആശങ്കയുണ്ട്. എന്താവും, തങ്ങൾക്ക് നഷ്ടപ്പെട്ട വീട് തിരികെ ലഭിക്കുമോ, അതുപോലെ തന്നെ സ്ഥലം, ഇതൊക്കെ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. തൊഴിലടക്കം പ്രശ്നമായിട്ടുള്ളവരുണ്ട്, കടകൾ നഷ്ടമായവരുണ്ട്. ഇതൊക്കെ തന്നെ തിരികെ ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ആശങ്കയും ഒക്കെ തന്നെ, തിരികെ ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്കയും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റുള്ള ദുരന്തങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു വീഴ്ചയിൽ നിന്നും വേദനയിൽ നിന്നും
ഏകദേശം ഇവിടെയുള്ള ഒരു സാഹചര്യം ഒക്കെ മാറി വന്നപ്പോൾ അവർ അല്പമെങ്കിലും ആശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 3 ദിവസത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിലല്ല, ഇന്ന് കുറച്ചുകൂടി ധൈര്യം അവർക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തെ നേരിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അനുസൃതമായ ഒരു ക്യാമ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് അത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചത്. ജോഷില കഴിഞ്ഞ 3 ദിവസമായി ഈ ക്യാമ്പുകളിലൊക്കെയും സാഹചര്യം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു രീതിയല്ല ഇന്ന്. കുറച്ചുകൂടി ഒരു മനസ്സിനുറപ്പ്, ധൈര്യമൊക്കെയും കൈവന്നിട്ടുണ്ട്. മുന്നോട്ട് ജീവിക്കാൻ വേണ്ടുന്ന സഹായം അവർക്ക് ലഭിക്കുമെന്നൊരു വിശ്വാസം അവർക്ക് കൈവന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആശങ്കയുണ്ടെങ്കിലും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യമൊക്കെയും അവരുടെ മുന്നിൽ ഉണ്ടെങ്കിലും വലിയ തോതിൽ ഇപ്പോൾ മാനസികമായി ഈ ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.